പൂർവ്വപിതാക്കന്മാരെയടക്കം പിൻതലമുറകളെയും കണ്ട് ജീവിത സായാഹ്നത്തിന്റെ പടവുകളിലിരുന്ന് ഊറിച്ചിരിക്കുകയാണ് 111 വയസ്സിലെത്തിയ ഔസേപ്പ് ഉലഹന്നാൻ എന്ന കൊച്ചായൻ. ഊറിച്ചിരിക്കുക മാത്രമല്ല, കരങ്ങൾ കൂപ്പി ദൈവത്തെ സ്തുതിക്കുകയുമാണ്. ഇത്രത്തോളം വഴി നടത്തിയതിന് 2ഉം 3ഉം തലമുറയെയല്ല കൊച്ചായൻ കണ്ടത്, 7 തലമുറയെയാണ്. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമായി 115 പേരുടെ സ്നേഹവാത്സല്യങ്ങൾക്കു നടുവിലാണ് ഈ കാരണവർ. 111 എന്ന വയസ്സിന്റെ കണക്ക് വെറുതെയുള്ളതല്ല. 1902 വൃശ്ചിക മാസം 14 ജനിച്ച് 24-ാം തീയതി മാമോദിസ മുക്കിയതിന്റെ രേഖകളാണ് കൊച്ചായന്റെ ജീവിതത്തിന്റെ വലിപ്പം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രായം ഒരു മനുഷ്യായുസ്സിനോടടുത്തെങ്കിലും കാഴ്ചയ്ക്കും കേൾവിക്കും ഓർമ്മയ്ക്കും കുറവൊന്നുമില്ല. നടക്കുവാൻ ഒരു ഊന്നുവടിയുടെ സഹായം വേണമെന്ന് മാത്രം. ഈ വയസ്സിലും എന്തെങ്കിലും ഒരു അസുഖത്തിന് ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ലെന്നറിയുമ്പോൾ കൊച്ചായന്റെ ആരോഗ്യപാഠങ്ങളാണ് അസുഖങ്ങളില്ലാതെ ജീവിക്കുവാൻ കാരണമായതും. ചിട്ടയായ ജീവിതക്രമത്തിലൂടെ അധ്വാനിച്ച് ജീവിക്കുന്നതിലായിരുന്നു കൊച്ചായന്റെ താൽപര്യം. അതുതന്നെയാണ് ആരോഗ്യ രഹസ്യവും. പള്ളിയിൽ പോകുന്നതിനും പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും കൊച്ചായന് മറ്റാരുടെയും സഹായം ഇന്നും ആവശ്യമില്ല. ഇപ്പോഴും പ്രഭാത സവാരിക്കിറങ്ങുന്ന ഈ 111കാരൻ പറമ്പിൽ കൂടിയൊന്ന് കറങ്ങിയാവും തിരികെ വീട്ടിലെത്തുക. ചിലപ്പോൾ തെങ്ങിൽ നിന്നും കൊഴിഞ്ഞു വീണ തേങ്ങയുമുണ്ടാവും കയ്യിൽ. അധ്വാനഭാരം ഇപ്പോഴും തളർത്താത്ത കൊച്ചായന്റെ കയ്യിൽ തൂമ്പ ഇന്നും ഭദ്രമാണ്. കൊച്ചായൻ പറമ്പിലേക്കിറങ്ങിയാൽ കൃഷിയെ മറന്ന യുവതലമുറയുടെ ശിരസ് കുനിഞ്ഞുപോകും. 16 വർഷം മുൻപ് ഭാര്യ ഏലിയാമ്മ മരിക്കുന്നതുവരെ കൊച്ചായനു കരുത്തായിരുന്നു. ഇവർക്ക് 6 മക്കളാണുള്ളത്. നമ്മുടെ അവിടുന്ന് എൻ്റെ വലിയമ്മമാരാണ് 90 താഴെ ഉള്ളതെന്നുള്ള പറഞ്ഞ് കേട്ടിട്ടുള്ളത്.